ലാൽ സലാം മോഹൻലാൽ നായകനായിരുന്ന എമ്പുരാൻ ഇതാ തിയേറ്ററുകളിലേക്ക് എത്താൻ 8 ദിനങ്ങൾ മാത്രം ബാക്കി നിൽക്കുകയാണ്. ഇതിനോടകം തന്നെ ബുക്ക് മൈ ഷോയിൽ കാട്ടുതീയായി പടർന്നിരിക്കുന്നു സിനിമ. 203K ഇൻട്രസ്റ്റാണ് സിനിമ ഇതിനോടകം നേടിയിരിക്കുന്നത്. കഴിഞ്ഞ 2 ദിവസങ്ങളായി സിനിമ നേടിയിരിക്കുന്നത് 50,000-ന് മുകളിലല്ല 70,000-ന് മുകളിലുള്ള ഇൻട്രസ്റ്റാണ് എന്ന് പറഞ്ഞാൽ അത് അതിഗംഭീരമെന്നാണ് പറയാനുള്ളത്. ഇന്ന് നിമിഷങ്ങൾക്കകം 200-ൽ നിന്ന് 203Kയിലേക്ക് സിനിമ എത്തിയിരിക്കുകയാണ്. ഇത് ഒരു സർവ്വകാല റെക്കോർഡിലേക്ക് എത്തിയിരിക്കുകയാണ്. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം പരിഗണിക്കണമെന്ന് ഇടയിലൊന്ന് ഓർമ്മിപ്പിക്കുകയാണ്. ഓസ്ട്രേലിയയിൽ അതിഗംഭീരമായ ബുക്കിംഗ് ആണ് സിനിമയ്ക്ക് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. പല സ്ഥലങ്ങളിലും സിനിമയ്ക്ക് ടിക്കറ്റ് ബുക്കിംഗ് ഓപ്പൺ ചെയ്തിരിക്കുന്നു എന്നുള്ളതാണ്. കേരളത്തിൽ ഇതുവരെ ആയിട്ടില്ല. കേരളത്തിൽ വരുന്ന ദിവസങ്ങളിൽ, അതായത് 20-ാം തീയതിക്ക് ശേഷമായിരിക്കാം ടിക്കറ്റ് ബുക്കിംഗ് ഓപ്പൺ ആകാൻ പോകുന്നത്. ഇതിനിടയിൽ ഐമാക്സിൽ തീ തുപ്പിക്കൊണ്ട് തന്നെയാണ് എമ്പുരാൻ്റെ ഇന്നത്തെ അനൗൺസ്മെൻറ്റ് വന്നിരിക്കുന്നത്. ഇന്നൊരു അനൗൺസ്മെൻ്റ് ഉണ്ട്, അപ്ഡേറ്റ് ഉണ്ട് എന്ന് പ്രതീക്ഷിച്ചപ്പോൾ പലരും പ്രതീക്ഷിച്ചിരുന്നത് അതൊരു ട്രെയിലർ റിലീസിൻ്റെ അപ്ഡേറ്റ് ആയിരിക്കുമെന്നുള്ളതാണ്. നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഈ സിനിമയുടെ ട്രെയിലർ അടുത്ത ദിവസത്തിൽ തന്നെ ഉണ്ടാകും, അതായത് 20-ാം തീയതിക്ക് ശേഷമാണ് എന്നാണ് അറിയാൻ കഴിഞ്ഞിട്ടുള്ളത്. എന്താണെങ്കിലും എംബ്രാൻ ക്രോസ് 200K ഇൻട്രസ്റ്റ് ഇൻ ബുക്ക് മൈ ഷോ എന്ന് തന്നെ നമുക്ക് പറയാം. അതെ, ഇതൊരു തരംഗമാണ്, ഒരു രക്ഷയുമില്ല. എല്ലാ സ്ഥലങ്ങളിലും ഒരേ ചർച്ച മാത്രം. അത് വേറെ ഒന്നുമല്ല, എമ്പുരാൻ ലോകത്തെ ഏറ്റവും വലിയ ഐമാക്സ് സ്ക്രീനായ ജർമ്മനിയിലെ ട്രോം പാലസ് ലിയോൺബെർഗിൽ അത് എത്തുകയാണ് എന്ന് നമുക്ക് പറയാം. ബ്രാൻഡ് പടം സാർ എന്ന് തന്നെയാണ് നമുക്ക് പറയാനുള്ളത്. വേറെ ഒന്നുമല്ല, ജവാനും പുഷ്പ 2-ന് ശേഷമാണ് അങ്ങനെ ഒരു സിനിമ, ഒരു ഇന്ത്യൻ സിനിമ, മലയാള സിനിമ എന്നല്ല, ഒരു ഇന്ത്യൻ സിനിമ അവിടുത്തെ ഐമാക്സിലേക്ക് എത്തുന്നത്. ആദ്യമായിട്ട് ഒരു മലയാളം സിനിമയും എത്തുന്നു എന്ന് തന്നെ പറയാം. എന്തായാലും ഐമാക്സിൽ കണ്ട് ആസ്വദിക്കാനുള്ളവർ നേരത്തെ തന്നെ ടിക്കറ്റ് എടുത്തു, അല്ലെങ്കിൽ ഒരു മാസത്തേക്ക് ചിലപ്പോൾ ടിക്കറ്റ് ഉണ്ടായെന്ന് വരികയില്ല എന്ന് തന്നെ പറയാം. അത്രത്തോളം ഗംഭീരവും കൊടൂരവുമായിട്ടാണ് സിനിമയുടെ ബുക്കിംഗ് എല്ലാം നടക്കുന്നത്. UK-യിൽ 230-ന് മുകളിലുള്ള സ്ക്രീനുകളിലേക്ക് എത്തുമ്പോൾ ഓസ്ട്രേലിയയിൽ അതിന് മുകളിലേക്ക് പോകുമെന്നുള്ള കാര്യങ്ങളിലേക്ക് വരുന്നു. സിനിമയുടെ പ്രീസെയിൽ കളക്ഷൻ റിപ്പോർട്ടുകളിലേക്ക് പറയുകയാണെങ്കിൽ ഇതിനോടകം 3.5 കോടി കടന്നിരിക്കുന്നു സിനിമയുടെ പ്രീസെയിൽ. അതായത് ഒരു പക്ഷേ ഇന്ന് എൻഡിങ് ഡേയിൽ 5 കോടിക്ക് മുകളിലേക്ക് എത്തിയാൽ അതൊരു അത്ഭുതപ്പെടാനൊന്നും ഇല്ലാത്ത കാര്യമെന്ന് തന്നെ പറയാം. വളരെ സിമ്പിളായിട്ട് തന്നെ കളക്ഷൻ കയറുന്നു. ഓരോ അപ്ഡേറ്റുകൾക്കും വേണ്ടി ആളുകൾ കാത്തിരിക്കുമ്പോൾ അതിനനുസരിച്ച് ടിക്കറ്റുകൾ ബുക്കിങ്ങും കാണാൻ കഴിയുന്നു. റെക്കോർഡ് ഫാൻ ഷോസ് ആണ്. ഇതിനോടകം തന്നെ 300 ഫാൻ ഷോസ് ആണ് ഒഫീഷ്യലായി പുറത്ത് വന്നെങ്കിൽ ഇന്നുകൊണ്ട് ഒരു പക്ഷേ 350-ന് മുകളിലുള്ള ഫാൻ ഷോസ് എത്തിയിട്ടുണ്ടാകാമെന്ന് പ്രതീക്ഷിക്കുകയാണ്. എന്തായാലും എമ്പുരാന് വേണ്ടി കാത്തിരിക്കുന്നവർ കമൻസിലൂടെ വരിക, ലൈക്കും ഷെയറും സബ്സ്ക്രൈബ് ചെയ്ത് തരിക. ലാൽ സലാം.